തിരുവനന്തപുരം മാറാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പീഡന പരാതി നൽകാനെത്തിയ അതിജീവിത നേരിട്ടത് കൊടിയ നീതി നിഷേധം. പരാതി നൽകാനെത്തിയപ്പോൾ പ്രതിക്ക് വേണ്ടിയാണ് CI സംസാരിച്ചതെന്ന് അതിജീവിതയും കുടുംബവും ആരോപിച്ചു. നൽകിയ മൊഴിയിൽ നിന്ന് പീഡിപ്പിച്ചു എന്നതടക്കമുള്ള വാക്കുകൾ മാറ്റിയെഴുതിയെന്നും CI ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിതയുടെ സഹോദരനും ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന അതിജീവിത ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. കഴിഞ്ഞ ദിവസം ഇയാൾ ആരുമില്ലാതിരുന്ന സമയം യുവതിയുടെ വീട്ടിലെത്തി. അസഭ്യം പറഞ്ഞ് യുവതിയെയും കുഞ്ഞിനെയും മർദ്ദിച്ചു. നിലവിളിച്ച കുഞ്ഞിനെ മുറിയിൽ പൂട്ടിയിട്ടു. പിന്നാലെ യുവതിയെ മൃഗീയമായി പീഡിപ്പിച്ചു. ശരീരത്തിൽ നിരവധി പരിക്കുകൾ പറ്റി. പരിക്കുകളോടെയാണ് യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയത്. എന്നാൽ നീതി ലഭിക്കേണ്ടയിടത്തു നിന്ന് നേരിട്ടത് നീതി നിഷേധവും അവഗണനയും. പോലീസ് സ്റ്റേഷനിൽ പോയി അവർക്ക് ഒരു താല്പര്യമില്ലാത്ത അവർ പറഞ്ഞ് നോക്കാം, ഭർത്താവല്ലേ, ഒരു പെങ്കൊച്ചൊക്കെ അല്ലേ ഉള്ളത്. അവൻ്റെ വക്കീലാരോ വിളിച്ചിട്ട് അവർ പറയുന്നതാണ് വിശ്വസിച്ചതുപോലെ. ഞാൻ പറയുന്നതിനൊന്നും ഒരു വില തന്നിട്ടില്ലാത്തവർ, അങ്ങനെ നടന്നിട്ടില്ല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അവർക്കൊക്കെ. എന്നാൽ കേസെടുക്കണമെന്ന ആവശ്യത്തിൽ അതിജീവിതയും കുടുംബവും ഉറച്ചു നിന്നു. പിന്നീട് CIയും മറ്റുദ്യോഗസ്ഥരും പെരുമാറിയത് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായി. എന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് അവരെല്ലാവരും കൂടെ കുറച്ചു നേരം IPL ഒക്കെ കണ്ടോണ്ടിരുന്നു. എന്നെ അടിച്ചതോ എന്നെ പീഡിപ്പിച്ചതാ അങ്ങനെ ഒരു കേസ് ഭർത്താവായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർ. കൊച്ചിനെ എന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് അവൻ്റെ വക്കീല് അവൻ പറഞ്ഞു കൊടുത്ത് വക്കീൽ പറയിപ്പിച്ചത്. പോലീസുകാർ അതാണ് വിശ്വസിച്ചത്. അതേസമയം മൊഴി തിരുത്തിയടക്കം ചോദ്യം ചെയ്തതിന് CI ഭീഷണിപ്പെടുത്തിയെന്നും ഒരു പോലീസുകാരൻ ജാതി ചോദിച്ചെന്നും അതിജീവിതയുടെ സഹോദരൻ. അങ്ങ് നീ ഇങ്ങോട്ട് വാ, നിന്റെ സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ ചെറുതായിട്ടൊന്ന് തള്ളി അങ്ങകത്തോട്ട് കൊണ്ടുപോയിട്ട് ഇതുപോലെ പറഞ്ഞ്, ഇത് നിന്റെ ചേച്ചി കഞ്ചാവ് കേസിൻ്റെ അവിടെ ഇറങ്ങിപ്പോയപ്പോഴും നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നാ, ഇതൊക്കെ ആദ്യമേ നോക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ സുരേഷ് മാസ്റ്റർ എഴുതാൻ വന്നപ്പോൾ നിങ്ങൾ ഏത് ജാതി എന്നൊക്കെ ചോദിച്ചു നമ്മളടുത്ത്. VS അനുരാഗ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.